Today we are going to discuss about uniform bending to determine the Young's modulus. ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ബാറിൻ്റെ യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് യൂണിഫോം ബെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റോട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എയിം നോക്കാം. The aim of this experiment is to determine the Young's modulus of a long uniform rectangular beam by the method of a uniform bending using a travelling microscope to measure the elevation at the midpoint. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം. നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിൻ്റെ അപ്പാരറ്റസ് റിക്വയർഡ് നോക്കാം. ഇതിനായി നമ്മൾ റെക്റ്റാങ്കുലർ ബാറായി എടുത്തിട്ടുള്ളത് ഒരു മീറ്റർ സ്കെയിലാണ്. ദെൻ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്, 2 knife edge, 2 weight hangers, ദെൻ സ്ലോട്ടഡ് വെയ്റ്റ്, സ്ക്രൂ ഗേജ് ആൻഡ് വെർനിയർ കാലിപ്പർ. ഇത്രയുമാണ് നമുക്കിതിൻ്റെ അപ്പാരറ്റസ് ആയിട്ട് ആവശ്യമുള്ളത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ തിയറിയിലോട്ട് പോകാം. അപ്പോൾ തിയറി നമ്മളിവിടെ യങ്സ് മോഡുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് y = 3mgp × L² / E/2 b d³. ഇതാണ് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അതായത് ഒരു റെക്റ്റാങ്കുലർ ബാറിൻ്റെ യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇതിൻ്റെ തിയറി. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ടേംസ് എന്താണെന്ന് നോക്കാം. m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ലോഡാണ്. ദെൻ g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് p ഡിസ്റ്റൻസ് ഓഫ് ദ വെയ്റ്റ് ഹാങ്ങർ ഫ്രം ദ നൈഫ് എഡ്ജ്. അതായത് നൈഫ് എഡ്ജിൽ നിന്നും നമ്മൾ വെയ്റ്റ് സസ്പെൻഡ് ചെയ്യുന്ന വെയ്റ്റ് ഹാങ്ങറിൻ്റെ ഡിസ്റ്റൻസാണ് p എന്ന് പറയുന്നത്. ദെൻ b ബ്രെഡ്ത്ത് ഓഫ് ദ ബാർ, അതായത് നമ്മൾ എടുത്തിട്ടുള്ള മീറ്റർ സ്കെയിലിൻ്റെ ബ്രെഡ്ത്ത്. ദെൻ d തിക്നെസ് ഓഫ് ദ ബാർ ആൻഡ് l ലെങ്ത് ഓഫ് ദ ബാർ ബിറ്റ്വീൻ ദ നൈഫ് എഡ്ജ്, അതായത് രണ്ട് നൈഫ് എഡ്ജിൻ്റെ ഇടയിൽ ഉള്ള ആ ഒരു ബാറിൻ്റെ ലെങ്ത്. ദെൻ e എന്ന് പറയുമ്പോൾ എലിവേഷൻ അറ്റ് ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ ബാർ ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് എ ലോഡ് അറ്റ് ഈച്ച് വെയ്റ്റ് ഹാങ്ങർ. അപ്പോൾ ഇത്രയുമാണ് നമുക്കിൽ ഇക്വേഷനിൽ തന്നിട്ടുള്ള ടേംസ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാം. ആദ്യമായി തന്നെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടു ഫൈൻഡ് L² / E ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന ടാബുലർ കോളമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ 2 സെറ്റ് ലെങ്തിനാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 40 ലെങ്തിനും ദെൻ 45നും. ഇതിലെല്ലാം നമ്മൾ W0 എന്ന് പറഞ്ഞ വെയിറ്റ് ആണ് ഫസ്റ്റ് ഡെഡ് വെയിറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ W0 + 1, W0 + 2 അങ്ങനെ പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം ലോഡിങ്ങും കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ അൺലോഡിങ്ങും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ മീൻ എടുക്കണം. മീൻ എടുത്തതിന് ശേഷം എലിവേഷൻ ഫോർ എ ലോഡ് 3m ഇത്രയും കണ്ടുപിടിക്കുക. അതിനുശേഷം എമ്മിന് വേണ്ടിയുള്ള എലിവേഷൻ, മാസിന് വേണ്ടിയുള്ള എലിവേഷൻ കണ്ടുപിടിക്കുക. അത് നമ്മൾ E എന്ന് എഴുതുന്നു. ദെൻ L² / E ഫൈനലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിഷ്യലായിട്ട് നമുക്കിവിടെ എഴുതാനുള്ളത് മാസ് എമ്മിൻ്റെ വാല്യൂ ആണ്. എം നമ്മൾ എടുത്തിട്ടുള്ളത് 50 × 10⁻³ കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ പി എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെയ്റ്റ് ഹാങ്ങർ ആൻഡ് ദ നൈഫ് എഡ്ജ് നമ്മൾ വെച്ചിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത് 12 സെൻറ്റിമീറ്റർ എന്നാണ്. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.001 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. ദെൻ നമുക്ക് എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ L² / E കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആദ്യമായി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ നമ്മൾ P എന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നൈഫ് എഡ്ജും വെയ്റ്റ് ഹാങ്ങറും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് 12 സെൻറ്റിമീറ്റർ. രണ്ട് സൈഡിലും അത് നമ്മൾ 12 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നൈഫ് എഡ്ജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 40 സെൻറ്റിമീറ്റർ ആണ്. ഈ കാണിക്കുന്ന പോലെ രണ്ട് നൈഫ് എഡ്ജും 40 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു റെക്റ്റാങ്കുലർ ബാർ, അതായത് നമ്മുടെ മീറ്റർ സ്കെയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മീറ്റർ സ്കെയിലിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പോയിൻ്ററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ പോയിൻ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ എലിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ഒരു സർക്കുലർ ഇതിൽ ഐ പീസ് വ്യൂ എന്ന് കാണിച്ചിട്ടുള്ളത് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസിൽ കൂടി നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് അതിൻ്റെ വ്യൂ ആണ് ഇവിടെ സ്ക്രീനിൽ റൈറ്റ് സൈഡിലായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മൈക്രോസ്കോപ്പ്, ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് നമ്മുടെ ബീമിൻ്റെ പോയിൻ്ററിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴാണ് നമുക്ക് നമ്മുടെ പോയിൻ്റർ കാണാൻ പറ്റുന്ന ആ രീതിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ കാണുന്ന പോലെ നമുക്ക് ഐ പി എസിലൂടെ പോയിൻ്റർ കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് മൂവ് ചെയ്ത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിയർ ചെയ്യുക. നമ്മുടെ പോയിൻ്ററിൻ്റെ ടിപ്പ് ഹൊറിസോണ്ടൽ ക്രോസ് വയറിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് വേണം വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പോയിൻ്റർ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ പോയിൻ്റർ ഹൊറിസോണ്ടൽ ക്രോസ് വയറിൽ ടച്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് പൊങ്ങി നിൽക്കുകയാണ്. ജസ്റ്റ് അതിനൊന്ന് വെർട്ടിക്കൽ മൂവ്മെൻറ്റോട് നടത്തി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. താഴോട്ട് മുകളോട്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ വയ്ക്കുമ്പോഴാണ് നമ്മുടെ പോയിൻ്റിൻ്റെ ടിപ്പ് കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്നതെന്ന്. ടാൻജൻഷ്യൽ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തും മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുന്നവരെ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമ്മുടെ ടിപ്പ് ആ ക്രോസ് വയറിൽ ടച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആദ്യമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ കോളത്തിൽ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് 40 സെൻറ്റിമീറ്ററാണ്. അതാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 40 സെൻറ്റിമീറ്റർ. അതിനുശേഷം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ലോഡ് W0 ലോഡ്, അതായത് ഡെഡ് വെയ്റ്റിന് വേണ്ടിയുള്ള എത്രയാണ് അതിൻ്റെ എലിവേഷൻ എന്ന് ഇനിഷ്യൽ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ വെർനിയർ സ്കെയിൽ, നമ്മുടെ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ വെർനിയർ സ്കെയിൽ റീഡിങ്ങും മെയിൻ സ്കെയിൽ റീഡിങ്ങും ഉപയോഗിച്ചാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആണ് പറയുന്നത്. അതായത് നമുക്ക് വെർനിയറിൽ അറിയാം MSR + VSR × LC കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. അത് ചെയ്തിട്ടുള്ള വാല്യൂസാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 6.6 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ടാബുലർ കോളത്തിൽ നോട്ട് ചെയ്യുക. അപ്പോൾ W0 വെയ്റ്റിനുള്ള റീഡിങ് നമ്മൾ എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ വെയ്റ്റ് ഹാങ്ങറിലോട്ട് വെയ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് സെക്കൻഡ് ട്രയലിലുള്ള W0 + 1m എന്നുള്ള വെയ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്തു, ദെൻ റൈറ്റ് സൈഡിലും വെയ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെയ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ IPSലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ പോയിൻ്റർ ഹൊറിസോണ്ടൽ ക്രോസ് വരുന്ന അല്പം മുകളിലോട്ട് താഴോട്ട് മാറി നിൽക്കുന്ന കാണാൻ പറ്റും. വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമ്മുടെ ടെലസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ടിപ്പ് ഫോക്കസ് ചെയ്ത് വയ്ക്കുക. ടിപ്പ് കറക്റ്റ് ആ ഒരു ക്രോസ് വയർ ടച്ച് ചെയ്താൽ മാത്രമേ കറക്റ്റ് റീഡിങ് കിട്ടുകയുള്ളൂ. നേരത്തെ ചെയ്ത പോലെ തന്നെ ടാൻജൻഷ്യൽ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് താഴോട്ടൊന്ന് മൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ കറക്റ്റായി നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് W0 + 1m റീഡിംഗ് ആണ്. 6.63 സെൻറ്റിമീറ്റർ എന്നാണ് ഇതിൻ്റെ റീഡിംഗ് കിട്ടിയത്. ഇതിപ്പോൾ W0 + 1m ആയി. നെക്സ്റ്റ് നമുക്കിത് മാറ്റിയിട്ട് W0 + 2m റീഡിംഗ് എടുക്കാം. അതിനുവേണ്ടി നെക്സ്റ്റ് ആയിട്ട് വെയ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു, ദെൻ റൈറ്റ് സൈഡിലും വെയ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ടെലസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ റീഡിംഗ് കറക്റ്റ് ആക്കുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടിയത് 6.673 എന്ന വാല്യൂ ആണ് കിട്ടിയത്. അതും നമ്മുടെ ടാബുലർ കോളത്തിൽ നോട്ട് ചെയ്യുക. ഇതേപോലെ അടുത്ത് W0 + 3m ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ IPS ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ നോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രോസ് വയർ ടച്ച് ചെയ്ത് കറക്റ്റ്. ദെൻ ഇതിൻ്റെ വാല്യൂ 6.689 എന്നാണ് കിട്ടിയത്. അത് നമ്മൾ W0 + 3m കോളത്തിൽ റൈറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് W0 + 4m വീണ്ടും വെയ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും വെയ്റ്റ് ആഡ് ചെയ്തു. ഇപ്പോഴും നമ്മുടെ മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്തുകൊണ്ട് W0 + 4m വാല്യൂ എഴുതുക. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 6.738 എന്ന വാല്യൂ ആണ് കിട്ടിയത്. ദെൻ ആ വാല്യൂ നമ്മുടെ കോളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് W0 + 4m വാല്യൂമായി. ദെൻ ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളത് W0 + 5m വാല്യൂ ആണ്. ദെൻ ലാസ്റ്റത്തെ വെയ്റ്റ് ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മുടെ മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്ത് കറക്റ്റ് ആ ടിപ്പ് നമ്മുടെ ക്രോസ് വയറിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ റീഡിംഗ് നോട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് റീഡിംഗ് കിട്ടുന്നത് 6.739 എന്നാണ് കിട്ടിയത്. ഇത് നമ്മൾ W0 + 5m ലോഡിങ്ങിൻ്റെ കോളത്തിൽ എഴുതി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ലോഡിങ്ങിൻ്റെ എല്ലാ റീഡിങ്സുമായി W0 മുതൽ W0 + 5m വരെ ലോഡിങ്ങിൻ്റെ റീഡിംഗായി. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് എടുക്കാനുള്ളത് അൺലോഡിങ്ങിൻ്റെ റീഡിങ്സ് ആണ്. അൺലോഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വച്ചിട്ടുള്ള ഓരോ വെയ്റ്റും റിമൂവ് ചെയ്ത് അപ്പോഴുള്ള നമ്മുടെ ടിപ്പ്, അതായത് ഈ പിന്നിൻ്റെ ടിപ്പ് ഹൊറിസോണ്ടൽ ക്രോസ് വയറിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു റീഡിങ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത W0 + 5m എന്നുള്ള വെയ്റ്റ് രണ്ട് സൈഡിൽ നിന്നും റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്തു. അതിനുശേഷം ഉണ്ടോ, അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പിന്ന്, അതായത് അതിൻ്റെ ടിപ്പ് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും. അത് നമ്മൾ കറക്റ്റ് ഫോക്കസ് ചെയ്ത് ആ ഹൊറിസോണ്ടൽ ക്രോസ് വയറിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് ആക്കിയതിന് ശേഷം റീഡിംഗ് എടുക്കുക. ഇപ്പോൾ നമുക്ക് റീഡിംഗ് കിട്ടിയത് 6.739 എന്നാണ് കിട്ടിയത്. അത് നമ്മൾ ടേബുലർ കോളത്തിൽ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് അടുത്തായി നമുക്ക് W0 + 4m എന്ന് പറയുന്ന വെയ്റ്റ് റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്യുമ്പോൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോക്കസ് ചെയ്യണം കറക്റ്റായിട്ട്. ആ ഹൊറിസോണ്ടൽ ക്രോസ് വയറിൽ നമ്മുടെ ഇതിൻ്റെ ടിപ്പ് കറക്റ്റ് ഫോക്കസ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയത് വാല്യൂ 6.738 എന്നാണ്. അത് നമ്മൾ W0 + 4m അൺലോഡിങ്ങിൻ്റെ കോളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ ആയി. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് W0 + 3m ആണ്
കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി ആ വെയിറ്റ് റിമൂവ് ചെയ്യുക. രണ്ട് സൈഡ് നമ്മൾ റിമൂവ് ചെയ്തു. ദെൻ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ വാല്യൂ നോട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടിയത് 6.689 എന്നാണ് അതിൻ്റെ വാല്യൂ കിട്ടിയത്. ദെൻ അത് നമ്മൾ ടാബുലർ കോളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് W0 + 2m വാല്യൂ കണ്ടുപിടിക്കാം. ആ വെയിറ്റ് റിമൂവ് ചെയ്യുക. W0 + 2m വെയിറ്റ് നമ്മൾ റിമൂവ് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയത് 6.673 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ അത് നമ്മൾ W0 + 2m അൺലോഡിങ്ങിൻ്റെ കോളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത് W0 + 1m ആണ്. അത് റിമൂവ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഫോക്കസ് കറക്റ്റ് ആക്കുക. ടിപ്പ് ഹൊറിസോണ്ടൽ ക്രോസിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ വാല്യൂ നോട്ട് ചെയ്യുക. അതിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയത് 6.63 സെൻറ്റിമീറ്റർ എന്നാണ്. അതും നോട്ട് ചെയ്യുക. ദെൻ ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഡെഡ് വെയിറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഹൊറിസോണ്ടൽ ക്രോസ് വയലിൽ അതിൻ്റെ ടിപ്പ് ടച്ച് ചെയ്ത് നോക്കുക. ദെൻ അതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ 6.6 സെൻറ്റിമീറ്റർ എന്നാണ്. ആ വാല്യൂ നമ്മൾ ടാബുലർ കോളത്തിൽ നോട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിതിൽ 40 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ടുള്ള റീഡിങ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ വീണ്ടും 45 സെൻറ്റിമീറ്റർ വെച്ചും നമുക്കിത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ കാൽക്കുലേഷനിലോട്ട് പോകാം. ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻ നോക്കാം. ഇവിടെ നമ്മൾ ലെങ്ത് 40 സെൻറ്റിമീറ്ററിനും അതിന് 45 സെൻറ്റിമീറ്ററിനും റീഡിങ്സ് ഉണ്ട്. അതിനുശേഷം ഈ ലോഡിങ്ങും അൺലോഡിങ്ങും അതിൻ്റെ മീനായിട്ട് R0, R1, R2, R3, R4 ആൻഡ് R5 40 സെൻറ്റിമീറ്ററിനും അതുപോലെ തന്നെ 45 സെൻറ്റിമീറ്ററിനും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 6.6, 6.63 ഈ ഒരു റേഞ്ചിലുള്ള വാല്യൂസാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 45 സെൻറ്റിമീറ്ററിനുള്ളതും നോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ടും എലിവേഷൻ ഫോർ എ ലോഡ് 3m കണ്ടുപിടിക്കണം. അതിന് ഉള്ള ഇക്വേഷനാണ് R3 - R0, ദെൻ R4 - R1, ദെൻ R5 - R2. ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുക. ഓരോൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 45 സെൻറ്റിമീറ്ററിന് ഇതുപോലെ R3 - R0, R4 - R1 ആൻഡ് R5 - R2 കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് മീൻ എലിവേഷൻ ഫോർ m ആണ്. അതാണ് ഇയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇതിൻ്റെ മീൻ എടുത്താൽ മതി. ദെൻ ഇതിൻ്റെ മീൻ നമുക്ക് കിട്ടുന്നത് 3 × 10⁻³ എന്നാണ് കിട്ടുന്നത്. ദെൻ അതേപോലെ തന്നെ 45 സെൻറ്റിമീറ്ററിനും അതിൻ്റെ മീൻ എടുക്കുക. അതിനുശേഷം 40 സെൻറ്റിമീറ്ററിനും 45 സെൻറ്റിമീറ്ററിനും അതിൻ്റെ L²/E. L എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 40 ആണ്. അപ്പോൾ അതിൻ്റെ L²/E കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 533 എന്നാണ് കിട്ടുന്നത്. ദെൻ 45 സെൻറ്റിമീറ്ററിനും അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 735 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ടാബുലർ കോളത്തിലുള്ള എല്ലാം കംപ്ലീറ്റ് ആയി. ദെൻ ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോവുക. ആദ്യമായി നമുക്ക് മീൻ L²/E ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ രണ്ടിൻ്റെയും കൂടി മീൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 634 മീറ്റർ എന്നാണ് കിട്ടിയത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യങ്സ് മോഡുലസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ y = 3mgp × L²/E/2bd³ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കി ഇക്വേഷൻ ചെയ്യുക. നമുക്ക് ആദ്യം ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ടു ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ബി ഓഫ് ദ ബീം ആണ്. അതിനൊരു വെർനിയർ സ്കെയിൽ ഉപയോഗിച്ച് അതിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. ദെൻ അത് നമുക്കിപ്പോൾ കിട്ടിയത് 2.656 × 10⁻² മീറ്റർ എന്നാണ് കിട്ടിയത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ടു ഫൈൻഡ് ദ തിക്നെസ് ഡി ഓഫ് ദ ബീം. അതിന് നമുക്കൊരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് അതിൻ്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തിക്നെസ് കിട്ടിയത് D = 20.658 × 10⁻³ മീറ്റർ എന്നാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അറിയാനുള്ളതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ജിയുടെ വാല്യൂ 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. അതെഴുതുക. ദെൻ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലോട്ട് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് യങ്സ് മോഡുലസ് കിട്ടുന്നത് 0.92 × 10⁻10 Nm/m². ഇത്രയുമാണ് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കേണ്ട എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. ഫൈനലായിട്ട് ഇതിൻ്റെ റിസൾട്ട് നോട്ട് ചെയ്യുക. റിസൾട്ട് നമുക്ക് കിട്ടിയത് യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബാർ ഈക്വൽസ് 0.92 × 10⁻10 Nm/m². ഒരു റെക്റ്റാങ്കുലർ ബാറിൻ്റെ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കേണ്ട എക്സ്പെരിമെൻറ്റിൽ ഇത്രയുമാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മളിത് ചെയ്തത് യൂണിഫോം ബെൻഡിങ് പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ഇതിൻ്റെ പ്രോജക്റ്റ് ഫയലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.